ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പൊ ഇന്ന് റസിയും മല്ലികയും കൂടിട്ടേ അവന് കുറച്ച് കായ് കടം മേടിച്ചിട്ടുണ്ടായിരുന്നു റസിയാടെ മറ്റേ മല്ലികേ. അവര് 12,500 ആ കാശൊക്കെ കൊണ്ടുവന്ന് റസിയാടെ കൊടുക്കണു. ഒരു മാക്സിക്കാര് വന്നിട്ടുണ്ടായിരുന്നു, അവര് 2 മാക്സി ഒക്കെ മേടിച്ചു പറഞ്ഞ അവള് കൊടുത്തു പറഞ്ഞു. എന്നാ റസിയാക്ക് ഇരിക്കട്ടെ, എന്റെ ഒരു സന്തോഷം അല്ലെ. ഇതൊക്കെ ചെയ്യുമ്പോ നമുക്ക് മനസ്സിലൊരു സന്തോഷം. സത്യം പറഞ്ഞത് കണ്ടിട്ട് കണ്ണിന് വെള്ളം നിറഞ്ഞിട്ടോ നോക്കട്ടെ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് അതെ, നീ ശരിക്കും പറഞ്ഞു തന്നെയാണോ അതോ സ്വപ്നം കണ്ടിട്ട് അത് പറഞ്ഞാണോ? ഏടാ ചെങ്ങായി, ഞാൻ അത് കണ്ടിട്ടല്ലേ പറഞ്ഞേ. എന്താ അനക്കൊരു 10 ഉറുപ്പിക്ക് സന്തോഷം തന്നെയാണ്. അല്ലാതെ മല്ലിക റസിയക്ക് പൈസ കൊടുത്തു എന്ന് പറഞ്ഞത്? മല്ലിക അവളുടെ കടം വാങ്ങിയ കായ് തിരിച്ചു കൊടുത്ത്. അവൾക്ക് ഇവിടെ പൈസ കയ്യില് കൊടുത്ത കാശവും ഈ കോയമ്പത്തൂര് പോയാന്ന് കൊടുത്ത ഞങ്ങൾക്ക് വായ്പ അവിടെ തന്നെ ഇരുന്നോട്ടെ. എടാ ഇവ ഈ പറയണത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മല്ലിയുടെ കയ്യിൽ പൈസ ഇല്ലാതെ എങ്ങനെയാ റസിയക്ക് പൈസ കൊടുക്കുന്നത്? അവൾക്ക് എന്താ നോട്ടടിച്ചടിക്കണ നല്ല വിഷയം ഉണ്ടോ അവളുടെ കയ്യിൽ കൊടുക്കാണ്ട്? ഞാൻ പിന്നെ നോണ അറിയാ. ഇന്നലെ വരെ 10 പൈസ ഇല്ലാന്ന് പറഞ്ഞാലേ നീ വന്നേ പിന്നല്ലേ ചെലവാക്കാൻ തുടങ്ങിയത്. അല്ല, ഓളുടെ കയ്യിൽ എവിടുന്ന പയ്യനുള്ള പൈസ എന്നാണ്. ഞാൻ പൈസ കൊടുത്തിട്ടില്ല. ഈ കൊടുക്കാണ്ട് പിന്നെ എങ്ങനെ അവളുടെ നിനക്ക് തരാനുള്ള പൈസ അവളുടെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അത് നേരിട്ട് കൊടുത്തൂടെ? അവള് കടം മേടിച്ച എന്താ ആവശ്യത്തിന്? കോയമ്പത്തൂരിന്ന് ഒന്നും കിട്ടിയില്ലേ? കോയമ്പത്തൂരിന്ന് കിട്ടിയ അതിന്റെ കയ്യിലുണ്ട് കുറച്ച് പൈസ. പിന്നെ അതില് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചു വരും, ബാക്കി പൈസ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇവൾക്ക് കൊടുത്തിട്ടില്ലേ. പിന്നെ അവളുടെ മാത്രം പൈസ ഞാൻ ഇവിടെ ചെല്ലണ്ട് ചോദിക്കാം.